അധികാരത്തിൽ നിന്ന് പുറത്തുപോയെന്ന് കരുതി അതിവേഗ റെയിൽ പദ്ധതിയെ രാഷ്ട്രീയ കാരണങ്ങളാൽ CPM എതിർക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അതിവേഗ റെയിൽ പദ്ധതി കേരളത്തിൽ നടപ്പാക്കണമെന്നും ഇത് CPMന്റെ എക്കാലത്തെയും നിലപാടാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിന്റെ ഭാവി വികസനത്തിന് അത്യന്താപേക്ഷിതമായ ഒരു പദ്ധതിയായ സിൽവർ ലൈൻ പദ്ധതി ഇല്ലാതാക്കിയാൽ UDF കേരളത്തോട് മാപ്പ് പറയണമെന്നും പുതിയ പദ്ധതി പ്രഖ്യാപിക്കും മുന്നേ സിൽവർ ലൈൻ പദ്ധതി ഇല്ലാതാക്കിയതിൽ കേരള ജനതയോട് സർക്കാർ മാപ്പ് പറയണമെന്നും ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. അപ്പോൾ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ഇതിനെ ഞങ്ങൾ അനുവദിക്കില്ല, ഒരു വികസനത്തിനെയും അനുവദിക്കില്ല എന്നുള്ള നിലപാടാണല്ലോ UDF എടുത്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന കേരളയിലെ പ്രാരംഭ പ്രവർത്തനം ഉൾപ്പെടെ എല്ലാറ്റിനെയും കടന്നാക്രമിക്കുകയും തകർക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് അംഗീകാരം വേണമല്ലോ. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മാത്രമാണെങ്കിൽ ഈ എതിർപ്പുണ്ടായാലും കേരളത്തിൻ്റെ വികസനം എന്ന രീതിയിൽ നമുക്ക് നടത്താൻ സാധിക്കുന്നതാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് കൂടി അംഗീകാരത്തോടുകൂടി മാത്രമേ നടത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് കേരളയിൽ മന്ദഗതിയിലേക്ക് പോവുകയും അവസാനം ഇത് ഉപേക്ഷിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തത്. അതാണ് ഇപ്പോഴുള്ള നമ്മുടെ മുമ്പിലുള്ള സ്ഥിതി. അങ്ങനെ വന്നപ്പോൾ UDFകാർ അന്ന് അതിനെ ശക്തിയായിട്ട് എതിർത്തു. ഇപ്പോൾ ഈ ശ്രീധരൻ്റെ ഒരു ഭാഗത്ത് വേറൊരു നിർദ്ദേശമായിട്ട് വരുന്നുണ്ട്. ഗവൺമെൻറ് തന്നെ ഈ രീതിയിലുള്ളൊരു പരിപാടി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളോട് ഈ ഗവൺമെൻറ് മാപ്പ് പറയണം. 4-5 വർഷം മുമ്പ് ആരംഭിച്ച് ഫലപ്രദമായിട്ട് കേരളത്തെ ഒരു 50 വർഷക്കാലത്തിൻ്റെ വളർച്ച ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന കേരളയിൽ പരിപാടിയെ ഉപേക്ഷിക്കുന്ന നിലയിലേക്ക് എത്തിച്ച സമരം നടത്തി, പ്രക്ഷോഭം നടത്തി, കല്ല് എന്ന് പറഞ്ഞിട്ട് അതെല്ലാം പ്രതീകാത്മകമായിട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ. ആ തരത്തിലുള്ള നിലപാട് സ്വീകരിച്ച, ജനങ്ങളെ വഞ്ചിച്ച ഈ പറയുന്ന ഇപ്പോൾ പുതുതായിട്ട് വന്ന ഗവൺമെൻറ് ജനങ്ങളോട് ഈ കാര്യത്തിൽ മാപ്പ് പറയേണ്ടതാണ്. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ UDF സർക്കാർ മന്ത്രിസഭാ യോഗത്തിനു ശേഷം സിൽവർ ലൈൻ പദ്ധതി പൂർണ്ണമായി റദ്ദാക്കുകയും ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനങ്ങൾ പിൻവലിക്കാൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു. ഇതിന് ബദലായി മെട്രോമാൻ ശ്രീധരനുമായി ചർച്ച നടത്തി പുതിയ അതിവേഗ റെയിൽ പദ്ധതികൾ കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് UDFനെതിരെ കടുത്ത രാഷ്ട്രീയ വിമർശനവുമായി CPM രംഗത്തെത്തിയിരിക്കുന്നത്.